ഗുഡ് മോർണിംഗ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇൻ ബിസിനസ്സിലെ 2060 പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സർ ഇനി 8 ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 2 മാർക്സ്. അതായത് 11 തൊട്ട് 20 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ, അതായത് 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇതിൽ 8 ക്വസ്റ്റ്യൻസിനാണ് ആൻസർ ചെയ്യേണ്ടത്. ഓരോ ആൻസറിന് മാർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് ഇതാണ്. 11th question, differentiate between data and information. 12th, what is information overload? 13, what is a computer virus? 14, what is spoofing? 15th, what is a compiler? 16, mention examples of e-business operations. 17, what is a portal? 18, what are the advantages of using email? 19, what is information retrieval? 20, mention any 3 features of information. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതായത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഡാറ്റയും ഇൻഫർമേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺപ്രോസസ്ഡ്. ഡാറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺപ്രോസസ്ഡ് ആണ്. ഇൻഫർമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ പ്രോസസ്സ് ചെയ്ത ഫോമിനെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, മേ ഓർ മേ നോട്ട് ഹാവ് മീനിങ്. അതായത് ഡാറ്റയ്ക്ക് പ്രത്യേകിച്ച് ഒരു മീനിങ് ഉണ്ടായിരിക്കില്ല. ഇറ്റ് ഈസ് മീനിങ്ലെസ് ആയിട്ടുള്ളതാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾവേസ് ഹാവ് എ മീനിങ്. അതിനെന്താണ് ഒരു കറക്റ്റ് മീനിങ് ഉണ്ടായിരിക്കും. അതായത് മീനിങ് ഫുൾ ആയിട്ടുള്ളതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. then ഡാറ്റ ഈസ് കനോട്ട് ബി യൂസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഡാറ്റ ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇൻഫോർമേഷൻ എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു ഡിസിഷൻ മേക്കിംഗ്. ഇൻഫോർമേഷൻ എന്താണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ അതെന്താണ് ഇൻഫോർമേഷൻ എന്താണ് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പോയിൻ്റ്, ഡാറ്റ മീൻസ് എന്താണ് വേർഡ്സ്, സിമ്പിൾസ്, നമ്പേഴ്സ് ഒക്കെ ആയിരിക്കും ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ ഇൻഫോർമേഷൻ വെച്ചിട്ടാണെങ്കിൽ എന്താണ് ഇൻഫോർമേഷൻ ഈസ് എ നോളജ് ആണ്. 12th question, വാട്ട് ഈസ് ഇൻഫർമേഷൻ ഓവർലോഡ്? Too much information presented before make it difficult for him to find out which is relevant and which is irrelevant. അതായത് ഒരാൾക്ക് ആവശ്യമുള്ളതിലധികം ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പ്രസക്തി ഉള്ളത് ഏതാണ്, പ്രസക്തി ഇല്ലാത്തത് ഏതാണ്, അതായത് പ്രാധാന്യമുള്ളത് ഏതാണ്, പ്രാധാന്യം ഇല്ലാത്തത് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇൻഫർമേഷൻ ഓവർലോഡ് റെഫേഴ്സ് ടു ദി ഡിഫിക്കൽട്ടി ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻ ഇഷ്യൂ ആൻഡ് മാർക്കിംഗ് decisions because availability of too much information. ഇങ്ങനെ ആവശ്യമുള്ളതിലധികം ഇൻഫോർമേഷൻസ് കിട്ടുന്നത് മൂലം ഒരു ഇഷ്യൂ മനസ്സിലാക്കാനോ തീരുമാനം എടുക്കാനോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയാം. എക്സാമ്പിൾ, ഗെറ്റിംഗ് ടു മെനി ഇമെയിൽസ്, റിപ്പോർട്ട്സ്, ലെറ്റേഴ്സ് ആൻഡ് മെസ്സേജസ് ഇൻ എ ബിസിനസ്. ഇറ്റ് ക്രിയേറ്റ്സ് പ്രോബ്ലം ടു ഡിസൈഡ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് അൺഇമ്പോർട്ടൻറ്റ്. ഒരു മാനേജർക്ക് മെയിൽ ബോക്സിലേക്ക് മെയിൽ വന്നു കഴിഞ്ഞാൽ അതിൽ ആവശ്യമുള്ളത് ഏതാണ്, ആവശ്യമില്ലാത്തത് ഏതാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും. റിപ്പോർട്ട്സ്, ലെറ്റേഴ്സ് ആൻഡ് മെസ്സേജസ് ഇൻ എ ബിസിനസ്. ഇറ്റ് ക്രിയേറ്റ് പ്രോബ്ലംസ് ടു ഡിസൈഡ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് അൺഇമ്പോർട്ടൻറ്റ്. അതുപോലെ റിപ്പോർട്ട്സ് ആയാലും ലെറ്റേഴ്സ് ആയാലും മെസ്സേജസ് ആയാലും ഒക്കെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഇവയൊക്കെ ആവശ്യത്തിലധികം ആയാലും ഇറ്റ് ക്രിയേറ്റ് പ്രോബ്ലംസ് ഇൻ അതിൽ ഏതാണ് പ്രാധാന്യമുള്ളത് ഏതാണ് പ്രാധാന്യം ഇല്ലാത്തതെന്ന് തിരിച്ചറിയാനും അതിൻ്റെ ബേസിൽ തീരുമാനം എടുക്കാനും ഒരു ബിസിനസ് അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ നിന്നാണ് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇതിനെയാണ് ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ വൈറസ്? വൈറസ് സ്റ്റാൻഡ്സ് ഫോർ വിറ്റൽ information under says. A computer virus is a computer program or a piece of code that is loaded onto your computer without your knowledge and run against your consent. Virus has a property to replicate itself and spread itself from one computer to another computer. അതായത് കമ്പ്യൂട്ടർ വൈറസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്ന കോഡുകളെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ വൈറസ് എന്ന് പറയുന്നത്. നമ്മൾ മറ്റ് കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റയോ സോഫ്റ്റ്വെയറോ
കോപ്പി ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അറിവില്ലാതെ അനുവാദം ഇല്ലാതെ നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് പടർന്ന് കയറുന്നതാണ് വൈറസ് എന്ന് പറയുന്നത്. എന്നിട്ട് അതായത് നമ്മളെ സമ്മതം ഇല്ലാതെ തന്നെ നമ്മളെ കമ്പ്യൂട്ടറിൽ പ്രവർത്തിച്ച് തുടങ്ങുകയും മറ്റ് സോഫ്റ്റ്വെയർക്ക് നാശം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ കമ്പ്യൂട്ടർ വൈറസിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഐ ലവ് യു എന്ന് പറയുന്ന വൈറസ്. ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസായിട്ട് അറിയപ്പെടുന്നത് ബോബ് തോമസ് ഉണ്ടാക്കിയ ക്രീപ്പർ വോം എന്ന വൈറസാണ്. വാട്ട് ഈസ് എ സ്പൂഫിംഗ്? സ്പൂഫിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ spoofing is a type of scam in which criminals attempt to obtain someone's personal information by pretending to be a legitimate business, a neighbor or some other innocent party. സ്പൂഫിംഗ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറും നെറ്റ്വർക്കും യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കാമാണ്. മീൻസ് ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ ക്രിമിനൽ അറ്റംപ്റ്റ് ആണെന്ന് പറയാം. ഇവിടെ സ്പൂഫിംഗ് നടത്തുന്ന ആൾ ചെയ്യുന്നത് ഒരു ബിസിനസ്, വെൽ നോൺ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്, അല്ലെങ്കിൽ അവർ നൈബർ ആണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പേഴ്സണൽ ഇൻഫോർമേഷൻസ് റിസീവ് ചെയ്യുക എന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഫ്രണ്ടിൻ്റെ പേര് ria@gmail.com എന്നാണ്. അപ്പം ria.@gmail.com നമുക്കൊരു മെസ്സേജ് വന്നു. അപ്പം നമ്മളെ ഫ്രണ്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് അവരത് മിസ്യൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്പൂഫിംഗ് എന്ന് പറയുന്നത്. 15. What is a compiler? A compiler is a program that reads a program written in one language called source language and translates it into an equivalent program in another language called the target language. അതായത് കമ്പൈലർ ഈസ് എ പ്രോഗ്രാം. അതിന് ഒരു ഇൻപുട്ട് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ടും ഉണ്ടായിരിക്കും. ഇൻപുട്ട് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ടും ഉണ്ടായിരിക്കും. ഈ കമ്പൈലറിലേക്ക് ഇൻപുട്ടായി കിട്ടുന്ന പ്രോഗ്രാം ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ കോഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആയിരിക്കും. അതായത് C അല്ലെങ്കിൽ C++ അല്ലെങ്കിൽ ജാവ എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കോഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. അതിനെ നമ്മൾ സോഴ്സ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. സോ ഈ സോഴ്സ് ലാംഗ്വേജിൽ കിട്ടുന്ന പ്രോഗ്രാം ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഷീൻ റീഡബിൾ ഫോം ആക്കിയിട്ട് മാറ്റും. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോഗ്രാമിനെ ടാർഗറ്റ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. 16. മെൻഷൻ എക്സാമ്പിൾസ് ഓഫ് ഈ ബിസിനസ് ഓപ്പറേഷൻ. ഫസ്റ്റ് വൺ, C2C. C2C stands for customer to customer. It is a commercial activity between private individuals. അതായത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് തമ്മിൽ നടത്തുന്ന കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിന്, അതല്ലെങ്കിൽ ഡീലിങ്സിന്, അതല്ലെങ്കിൽ ട്രാൻസാക്ഷൻസിനെയാണ് C2C എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡയറക്റ്റ്ലി ഓർ തേർഡ് പാർട്ടി. ഇത് ഡയറക്റ്റ് ആയിട്ടാവാം, അതല്ലെങ്കിൽ തേർഡ് പാർട്ടീസ് വഴിയാവാം. ഇതൊരു എക്സാമ്പിളാണ് OLX എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, C2B. C2B സ്റ്റാൻഡ്സ് ഫോർ കസ്റ്റമർ ടു ബിസിനസ്. കസ്റ്റമേഴ്സിന് ബിസിനസ്സിലേക്ക് പോകുന്ന ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയാണിത്. ഇറ്റ് ഈസ് ലിറ്റിൽ ആൻഡ് അൺയൂഷ്വൽ മോഡൽ ഓഫ് ഇ-കൊമേഴ്സ്. നമുക്ക് അധികം അറിയാത്ത ഒരു ഇ-കൊമേഴ്സ് മോഡലാണിത്. C2B occurs when a consumer provides a business with a fee-based opportunity to market the product. അതായത് നമ്മൾ യൂട്യൂബൊക്കെ തുറക്കുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ റിവ്യൂസ് കാണാറുണ്ട്. ഇത് C2Bക്ക് ഒരു എക്സാമ്പിളാണ്. അതായത് നല്ല യൂട്യൂബേഴ്സിന്, ഒരുപാട് വ്യൂവേഴ്സ് ഉള്ള യൂട്യൂബേഴ്സിന് ബിസിനസ് അവരെ പ്രൊഡക്റ്റ് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റ് അതല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് ചെയ്യും. ബിസിനസ് അതിന് അവർക്ക് ഒരു ഫീ കൊടുക്കുകയും ചെയ്യും. അതിനാണ് C2B എന്ന് പറയുന്നത്. C2Bക്ക് എക്സാമ്പിളാണ് യൂട്യൂബ് റിവ്യൂ, ആമസോൺ അഫിലിയേഷൻ, ഫ്ലിപ്കാർട്ട് അഫിലിയേഷൻ ഒക്കെ. വാട്ട് ഈസ് എ പോർട്ടൽ? എന്താണ് പോർട്ടൽ? എ പോർട്ടൽ ഈസ് ആൻ ഐഡിയ ഓഫ് എ വെബ്സൈറ്റ് or service that offers a broad range of service such as email, games, codes, search, news and stocks. A portal, web portal or vortex site offers such a broad range of commonly accessed services that visitors are most likely to visit more often. വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരുപാട് ഫെസിലിറ്റീസ് വിസിറ്റേഴ്സിന് കൊടുക്കുന്ന ഒരു സൈറ്റാണിത്. ഗെയിംസ്, ഇമെയിൽ, സെർച്ച്, ന്യൂസ്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോർട്ടൽ അല്ലെങ്കിൽ വോർട്ടെക്സ് സൈറ്റ് അല്ലെങ്കിൽ വെബ് പോർട്ടൽ എന്നും പറയാം. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഇമെയിൽ? ഇമെയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇമെയിൽസ് ആർ ടു ബി ഡെലിവേർഡ് എക്സ്ട്രീംലി ഫാസ്റ്റ് വെൻ കമ്പയർഡ് ട്രഡീഷണൽ പോസ്റ്റ്. ട്രഡീഷണൽ പോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇമെയിൽ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഫാസ്റ്റ് ആയിട്ടുള്ളതാണ്. സെക്കൻഡ് വൺ, ഇമെയിൽസ് ക്യാൻ ബി സെൻഡ് 24 hours a day, 365 days a year.
അതായത് ട്രഡീഷണൽ പോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ടൈം ലിമിറ്റും അതുപോലെ തന്നെ ഹോളിഡേയ്സും വരുന്നുണ്ട്. പക്ഷേ ഇമെയിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദിവസത്തിൽ 24 hours വർഷത്തിൽ 360 ദിവസവും നമുക്ക് അയക്കാൻ വേണ്ടി സാധിക്കും. തേർഡ് വൺ, വെബ് മെയിൽസ് മീൻസ് ഇമെയിൽസ് ക്യാൻ ബി സെൻഡ് and received from computer anywhere in the world that has an internet connection. Anywhere in the world that has an internet connection. ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ലോകത്തിൽ എവിടെ വെച്ച് നമുക്ക് ഇമെയിൽ അയക്കാനും അതുപോലെ തന്നെ സ്വീകരിക്കാൻ വേണ്ടിയും പറ്റും. ലാസ്റ്റ് വൺ, ചീപ്പ്. വെൻ യൂസിങ് ബ്രോഡ്ബാൻഡ് ഈച്ച് മെയിൽ സെൻഡ് ഈസ് എഫക്റ്റീവ്ലി ഫ്രീ. അതായത് ഇത് വളരെ ചീപ്പായിട്ടുള്ളതാണ്. വാട്ട് ഈസ് ഇൻഫർമേഷൻ റിട്രൈവൽ? Information retrieval, a recovery of information, especially in database stored in a computer. Two main approaches are matching words in the query against the database index and transposing the database using hypertext or hypermedia links. ഇൻഫോർമേഷൻ റിട്രീവൽ അല്ലെങ്കിൽ റിക്കവറി ഓഫ് ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ വിവരങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റാബേസാണ് ഇത് മെയിനായിട്ട് പറയുന്നത്. അതിന് 2 അപ്രോച്ചസ് ആണുള്ളത്, കീവേഡ്സ് വെച്ചും അതിനെ ട്രാൻസ്വേഴ്സിങ് വെച്ചും. ട്രാൻസ്വേഴ്സിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റാബേസിലെ ഹൈപ്പർ ടെക്സ്റ്റും ഹൈപ്പർ ലിങ്കും യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20. മെൻഷൻ എനി 3 ഫീച്ചേഴ്സ് ഓഫ് ഇൻഫോർമേഷൻ. അതായത് ഇൻഫോർമേഷൻ്റെ 3 ഫീച്ചേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഡാറ്റയും ഇൻഫോർമേഷനും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിരുന്നു. അപ്പോൾ സെയിം പോയിൻറ്റ്സിനാണ് ഇവിടെയും പറയുന്നത്. ഇൻഫോർമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രോസസ്ഡ് ഡാറ്റയാണ്. അതായത് ഡാറ്റ പ്രോസസ്സ് ചെയ്ത രൂപത്തെയാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഡിസിഷൻ മേക്കിംഗ്. ഇതെന്താണ്, ഡിസിഷൻ മേക്കിംഗ്, അതായത് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് മീനിങ് ഫുൾ. അതായത് ഇൻഫോർമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോളജാണ്. അതുകൊണ്ടാണ് ഇതെന്താണ് മീനിങ് ഫുള്ളായിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.